മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്കെടുക്കാം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 25. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. പ്രശസ്ത കവിയും ഗായകനുമായിരുന്ന ഐറ ഡി സങ്കേതയുടെ ജീവിതത്തിൽ ഒരനുഭവം വിവരിക്കുന്നു. ഒരിക്കൽ അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. പ്രശസ്തനായിരുന്നതുകൊണ്ട് യാത്രക്കാർ ചിലർ അദ്ദേഹത്തോട് ഒരു ഗാനം ആലപിക്കുവാൻ ആവശ്യപ്പെട്ടു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഇടയന്റെ സംരക്ഷണയിൽ അടിയനെ വഴി നടത്തൂ എന്ന തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം ആലപിച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ ഒരാൾ വികാരഭരിതനായി മുന്നോട്ട് വന്ന് സാങ്കയോട് ചോദിച്ചു, സുഹൃത്തെ, താങ്കളൊരു പട്ടാളക്കാരനായിരുന്നോ? അതെ, സാങ്കെ പറഞ്ഞു. മേരിലാൻഡിൽ ശത്രു സൈന്യത്തിനെതിരെ താങ്കൾ ഒരിക്കൽ കാവൽ നിന്ന് ഓർമ്മിക്കുന്നുവോ? സാങ്കയുടെ ഓർമ്മകൾ ആ കാലത്തിലേക്ക് പോയി. ശരിയാണ്, ഞാൻ ഓർക്കുന്നു. എന്താണ് താങ്കൾ ഇതേപ്പറ്റി ചോദിക്കാൻ കാരണം? അപരിചിതനായ ആ വ്യക്തി പറഞ്ഞു, പട്ടാള വേഷത്തിൽ അന്ന് രാത്രിയിൽ കാവൽ നിന്നിരുന്ന താങ്കളെ ഞാൻ കണ്ടു. ശത്രു സൈന്യത്തെ തുരത്താൻ നിയോഗിക്കപ്പെട്ട ഒരു സൈന്യാധിപനായിരുന്നു ഞാൻ. നമ്മൾ പരസ്പരം ശത്രുക്കൾ. എന്റെ തോക്ക് നിങ്ങളുടെ നേരെ ഉയർന്നു. കാഞ്ചു വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഗാനത്തിന്റെ ഈരടികൾ ഞാൻ ശ്രദ്ധിച്ചത്. അത് താങ്കളിപ്പോൾ പാടിയ ഗാനം തന്നെയായിരുന്നു. ആ പാട്ട് എന്റെ ഹൃദയത്തെ ആർദ്രമാക്കി. എന്നെ മടിയിലിരുത്തി അമ്മ പാടാറുള്ള പാട്ടാണ്. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദനായി ഞാൻ എന്റെ കൂടാരത്തിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി മുഴുവൻ എന്റെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ മുഴുകി. സാങ്കെ ദൈവപരിപാലനയുടെ ആഴം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കണ്ണീരോടെ അദ്ദേഹം ആ മനുഷ്യനെ കെട്ടിപ്പൊണ്ടുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം, അത് നമ്മളെ ദൈവതുല്യരാക്കുകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.